എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? ആ പിന്നെ ശ്രീകുട്ടിയുടെ കാര്യമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ചേച്ചി പറഞ്ഞിരുന്നു. ഞാനിതുവരെ ഒന്നും അവളോട് ചോദിച്ചിട്ടില്ല. ഒക്കെ നീ വന്നിട്ട് ആയിക്കോട്ടെ എന്ന് കരുതി. നമുക്ക് ജാതി മതമൊന്നും പ്രശ്നമല്ല. പക്ഷേ നീ എന്തായാലും അവളോടൊന്ന് സംസാരിക്കണം. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതല്ലേ അവൻ? ഞാൻ സംസാരിക്കാം. പിന്നെ ഇവിടെ കാര്യം, ജയനെപ്പറ്റി ഒരു വിവരവുമില്ലെന്നാ പ്രവാസ ലോകത്തുനിന്ന് വിളിച്ചറിയിച്ചത്. ഇനി MP മുഖാന്തരം കേന്ദ്രത്തിനൊരു അപേക്ഷ കൊടുത്താൽ എംബസി വഴി അന്വേഷണം നടത്തിക്കാൻ പറ്റുമെന്നാ ആളുകൾ പറയുന്നേ. ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നോക്കാം. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് പോലും അറിയാണ്ട് എത്ര കാലമായിട്ട് എൻ്റെ മോളിങ്ങനെ. പുറമേ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ അവള്. എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുക. എനിക്കറിയാം. സൊസൈറ്റിയിൽ നിന്നാണേ 3-4 തവണ നോട്ടീസ് വന്നു. കുടിശ്ശിക അടച്ചില് ജപ്തി ഉണ്ടാവുമെന്നും പറഞ്ഞ്. എന്താ വേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. നിന്റെ പഠിപ്പ് തീർന്ന് നല്ലൊരു ജോലി കിട്ടും വരെ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ല. മാധവേട്ടൻ ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവനാ. ഞാൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുന്നത് തന്നെ അദ്ദേഹം കാരണോ. പക്ഷേ അദ്ദേഹം തന്നെ പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ എന്ത് ചെയ്യും? പാർട്ടിക്കുള്ളിലെ സംഘടനാ വിഷയങ്ങൾ അതാത് ഘടകങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ് രീതി. പക്ഷേ മാധവേട്ടൻ ചെയ്തതെന്താ? പരസ്യമായി കൊടിയും പിടിച്ച് തെരുവിലിറങ്ങി. ഇത്തരം റിവിഷനിസ്റ്റ് രീതികൾ പാർട്ടിക്ക് ഒരിക്കലും വെച്ചുറപ്പിക്കാനാവില്ല. സർ, ഞാൻ ഇവിടെ നിന്ന് അയച്ച നോട്ടീസിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ജപ്തി നടപടികളോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിച്ച കാര്യമാണ്. എന്താ സാറേ, ആ ലോണിൻ്റെ കാര്യമൊന്ന്... അത് ഞാൻ പറഞ്ഞില്ലേ, ആകെ 20 സെന്റ് സ്ഥലത്തിൻ്റെ ഈടിൽ ഇത്രയും തുക എഡ്യൂക്കേഷണൽ ലോൺ അനുവദിക്കാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ പറയല്ല സാറേ. നേഴ്സിങ്ങിന് പോകണമെന്നുള്ളത് എൻ്റെ മോളുടെ വലിയ ആഗ്രഹമാണ്. എടോ, അതൊക്കെ കാശുള്ളവരുടെ പിള്ളേർ പഠിക്കട്ടോ. താൻ തന്നെ കൊച്ചിനെ പല TTCക്കോ തയ്യലിനോ വിട്. എടോ, മാർച്ചിലെ ക്ലോസിങ്ങിന് മുമ്പ് കുറച്ചെങ്കിലും പൈസ അടച്ചാ എൻ്റെ സ്വന്തം റിസ്കിൽ നടപടികൾ കുറച്ച് നാളത്തേക്കെങ്കിലും നിർത്തിവെപ്പിക്കാം. എന്താ, അടയ്ക്കാൻ പറ്റുമോ? ശ്രമിക്കാം സാർ. സാർ, എടോ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ,